അപ്പോൾ രേവതി നക്ഷത്രക്കാരെ, നമുക്ക് നമ്മളെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. വളരെ നയചാതുര്യത്തോടും ആഭിജാത്യത്തോടും കുലീനതയോടും പെരുമാറുന്നവരായിരിക്കും നിങ്ങൾ. സൗന്ദര്യവും ശരീരപുഷ്ടിയും നയപരമായി സംസാരിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവും നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ്. ആരുടെയും കീഴിൽ പണിയെടുക്കുവാനോ അധികം ആരെയും വകവച്ചു കൊടുക്കുവാനോ അംഗീകരിക്കുവാനോ നിങ്ങൾ ഇഷ്ടപ്പെടുകയില്ല. എന്തു കാര്യത്തിലും സഹനശക്തി അല്പം കുറവായിരിക്കുന്നതാണ്. വളരെ സഹൃദയരും കലാതാൽപര്യമുള്ളവരുമായിരിക്കും നിങ്ങൾ. ജീവിതത്തിലുടനീളം സത്യസന്ധതയും ആത്മാർത്ഥതയും പുലർത്തുവാൻ ശ്രമിക്കുന്നവരായിരിക്കും നിങ്ങൾ. വളരെ നിഷ്കളങ്കമായ സ്വഭാവമായതിനാൽ വ്യക്തിപരമായ കാര്യമായാലും നിങ്ങളോട് അടുത്തിടപഴകുന്നവരോട് എല്ലാം തുറന്നു പറയുന്ന സ്വഭാവമായിരിക്കും നിങ്ങളുടേത്. പ്രവൃത്തി മണ്ഡലങ്ങൾ അടിക്കടി മാറിക്കൊണ്ടേയിരിക്കും. ആരെയും പെട്ടെന്ന് ഉൾക്കൊള്ളുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്ന പ്രകൃതമല്ല നിങ്ങളുടേത്. നിങ്ങളെ ആരെങ്കിലും വിമർശിക്കുന്നത് നിങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ മറ്റുള്ളവരുടെ സഹായം തേടുന്നതായിരിക്കും. ജീവിതത്തിൽ ഒട്ടേറെ സൗഹൃദങ്ങൾ സമ്പാദിക്കുന്നവരായിരിക്കും നിങ്ങൾ. എങ്കിലും സ്ഥിരം സുഹൃത്തുക്കളുടെ എണ്ണം നന്നേ കുറവായിരിക്കും. നിങ്ങളോട് അടുത്തിടപഴകുന്ന എല്ലാവർക്കും നിങ്ങളെക്കുറിച്ച് വളരെ നല്ല മതിപ്പായിരിക്കും. മുൻകോപം മൂലം ചിലപ്പോഴെങ്കിലും ചില വൈഷമ്യങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം. വളരെ ശുദ്ധഹൃദയരും മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ പെട്ടെന്ന് മനസ്സലിയുന്നവരുമായിരിക്കും നിങ്ങൾ. പുറമേ അത്ര കണ്ട് പ്രകടിപ്പിക്കുകയില്ല എങ്കിലും അടിയുറച്ച ഈശ്വരവിശ്വാസമുള്ളവരായിരിക്കും നിങ്ങൾ. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യമുണ്ടായിരിക്കുന്നതാണ്. ജീവിതത്തിൽ അടിക്കടി പലവിധ നല്ല പരിവർത്തനങ്ങളും വരുത്താൻ ശ്രമിക്കുന്നതാണ്. ബന്ധുക്കളിൽ നിന്നും പിതാവിൽ നിന്നും അത്ര കണ്ട് ഗുണങ്ങളൊന്നും ലഭിക്കാനിടയില്ല. പിറന്ന വീടും നാടും ഉപേക്ഷിക്കുവാനോ വീട്ടിൽ നിന്ന് അകന്ന് ജീവിക്കുവാനോ ഇടവരുന്നതാണ്. പത്രപ്രവർത്തനം, നിരൂപണം, ജ്യോതിഷം, ആധ്യാത്മിക പ്രവർത്തനങ്ങൾ, വൈദ്യം എന്നീ രംഗങ്ങളിൽ ജീവിത വിജയം കൈവരിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതം അതീവ തൃപ്തികരമായിരിക്കും. സൗന്ദര്യവും സൗമ്യശീലവുമുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുന്നതായിരിക്കും. പരസ്പര സഹകരണത്തോടെ പ്രവർത്തിക്കുവാനും സംതൃപ്തമായൊരു ദാമ്പത്യ ജീവിതം നയിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സന്താനഗുണത്തിനും ഒട്ടും കുറവുണ്ടാവുകയില്ല. രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങൾക്ക് പുറമെ ഈശ്വരവിശ്വാസവും ഭദ്രഭക്തിയും കൂടുതലായിരിക്കും. സൗന്ദര്യത്തിനും ഒട്ടും തന്നെ കുറവുണ്ടാവുകയില്ല. വാക്സാമർഥ്യവും നയചാതുര്യവും ഉണ്ടായിരിക്കുന്നതാണ്. ഗൃഹഭരണത്തിൽ പ്രത്യേകമായൊരു കഴിവ് തന്നെ നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ രേവതി നക്ഷത്രക്കാരെ, നിങ്ങളെക്കുറിച്ചുള്ള സാമാന്യമായൊരു വിവരണമാണ് ഞാനിവിടെ നൽകിയത്. നിങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്കുള്ള സാദൃശ്യം താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. കൃഷ്ണ ഗുരുവായൂരപ്പ, ഏവർക്കും നന്മകൾ വരട്ടെ.